ലിഡിയ ജേക്കബ് കൂടിയുണ്ട്. എന്തായാലും ലിഡിയ, പാതിമയക്കത്തിലാണ് ഇപ്പോൾ ആനയുള്ളത്. ഈ മയക്കം പൂർണ്ണമായി വിട്ടാൽ മാത്രമേ ഇപ്പോൾ കൊടുത്ത മരുന്നുകളൊക്കെ എത്ര കണ്ട് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കോടനാട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര കണ്ട് അവിടം സജ്ജമാണ് ആനയെ അവിടെ എത്തിക്കുന്നതിനും മറ്റ് തുടർ ശുശ്രൂഷകൾ, തുടർ ചികിത്സ നൽകുന്നതിനുമൊക്കെ എത്ര കണ്ട് അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലിഡിയ? സേഫു, എല്ലാവിധ സജ്ജീകരണങ്ങളും കോടനാട് കപ്രിക്കടവ് അഭയാരണ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കൂടിൻ്റെ പണി പൂർണ്ണമായും അവസാനിപ്പിച്ചു. കൂടിൻ്റെ പണി കൃത്യമായിട്ടുള്ള രീതിയിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ തന്നെ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലൊരു 1.5 കൊല്ലം മുൻപ് ഒരു കൂട് നിർമ്മിച്ചിരുന്നു. അത് അരിക്കൊമ്പിന് വേണ്ടിയിട്ടുള്ള കൂടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു കൂടിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ആ കൂടിൻ്റെ ഒരു ബലപരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു. ആ ഒരു പരിശോധനയ്ക്ക് ശേഷം ഇത്തരത്തിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ബലമില്ല, അല്ലെങ്കിൽ ഈ മറ്റൊരു കൂട് പണിയേണ്ടി വരും എന്ന് മനസ്സിലായതോടെയാണ് പുതിയൊരു കൂട് നിർമ്മിക്കുന്നതിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാറിൽ നിന്നടക്കം യൂക്കാലി മരങ്ങൾ എത്തിച്ചാണ് നിലവിൽ കൂട് സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവിധ ബലപരിശോധനകൾക്കും ശേഷം എല്ലാവിധ കൃത്യമായിട്ടുള്ള അതിന് വേണ്ട ബലത്തോടുകൂടി ശക്തിയോടുകൂടി തന്നെയാണ് കൂടും കാര്യങ്ങളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ആനയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് തന്നെയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ആന ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ആനയ്ക്ക് ഇത്തരത്തിലൊരു ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒരു ആശങ്കയുള്ളതിനാൽ തന്നെ ഇത് വളരെ പതുക്കെ ആയിരിക്കും വണ്ടി നീങ്ങുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഇത്രയധികം വൈകുന്നത്. അത് ഒരു മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിയ ശേഷമായിരിക്കും അഖിൽ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് വിശദമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും നടക്കുക. നിലവിൽ പ്രാഥമിക ചികിത്സകളും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്നും നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രാഥമിക ചികിത്സകൾ, ആന്റിഡോട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതിരപ്പള്ളിയിൽ നിന്നും നൽകിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്ന ശേഷം ആനയുടെ ഒരു സ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം എത്രത്തോളം ആന മയങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ആവശ്യമാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയ ശേഷം ഇവിടെ നിന്ന് തീരുമാനിക്കും. ഇവിടെ നിലവിൽ 8 ആനകളാണുള്ളത്. മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 8ഓളം ആനകൾ, അതായത് പലയിടങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ ആനകളടക്കം ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ 9ാമത്തെ ആനയായി കൊണ്ടുവരുന്നു. കൃത്യമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളും ഒക്കെ നടത്തും. ഒപ്പം ഈ ചട്ടം പഠിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. നിലവിൽ ഇവിടെ കാര്യങ്ങൾ എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘവും ഒക്കെ ഇങ്ങോട്ടേക്ക്, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഒപ്പം ഡോക്ടർമാരുടെ സംഘവും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടും, ഒപ്പം മറ്റ് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഇങ്ങോട്ടേക്ക് അഭയാരണ്യത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിന് ഒരു വിലക്കുണ്ട്. മാധ്യമങ്ങൾക്കടക്കം അത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നതിന് ഒരു വിലക്കുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ ഉള്ളിലേക്ക് കയറി കൂടിൻ്റെ അടക്കം